നമസ്കാരം. നമസ്കാരം. അതായത് നമ്മുടെ ശ്വേതാമേനോൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അമ്മയുടെ പ്രസിഡന്റ്. അവർ അമ്മയുടെ പ്രസിഡന്റ് ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവർ എല്ലാ കാലത്തും യുക്തയായ ഒരു ചെറിയ കുട്ടിയെ മാതിരിയാണ് നടക്കുന്നത്. 10-25 വയസ്സുള്ള അങ്ങനെ അമ്മ എന്നൊന്നും വിളിക്കരുത് അവരെ, അത് മോശമാണ്. അവരൊരു അത്രയും പ്രായം കുറഞ്ഞ ഒരാളാണെന്ന് അവർ വേഷഭൂഷാദികളിൽ നമുക്കറിയാം. പോട്ടെ, മുമ്പ് അവർ കാമസൂത്രയിൽ അഭിനയിച്ചതാണ്. 10-16 വയസ്സ് 15 വയസ്സുള്ള സമയത്ത് കാമസൂത്രയിൽ അഭിനയിച്ച ഒരു കാലഘട്ടത്തിൽ കോടിക്കണക്കിന് ആൾക്കാരാണ് അത് അതിൻ്റെ വീഡിയോ, അതായത് അവർ കാമസൂത്ര പരസ്യത്തിൽ അഭിനയിച്ച വീഡിയോ പോൺ സൈറ്റുകൾ വരികയും 30 കോടി ആളുകൾ മേലെ കാണുകയും അത് കോഴിക്കോട് ബിലാത്തിക്കുളത്ത് അവർ താമസിക്കുന്നിടത്ത് വലിയ ജനങ്ങൾ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവരെ അച്ഛൻ പറഞ്ഞത് എന്താ വെച്ചാൽ എൻ്റെ മോൾ എങ്ങനെ പോയാൽ നിങ്ങൾക്കെന്താ എന്നാണ്, അവളെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരാളാണ് ശ്വേതാമേനോൻ. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ, ഞാൻ എൻ്റെ 30 കോടി ആൾക്കാർ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ, ഇത് കാമസൂത്രയിലെ വീഡിയോ പോൺ സൈറ്റിൽ. എനിക്ക് പൈസ കിട്ടാൻ ഞാൻ ഏതും അഭിനയിക്കും, എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളെ അങ്ങനെയുള്ള ഒരാൾ രതിനിർവേദം സിനിമയിലടക്കം അഭിനയിച്ച് ചരിത്രം സൃഷ്ടിച്ചുള്ള പ്രസവിച്ചിട്ടുണ്ട്. അവർ പരസ്യമായിട്ട് പച്ചയായിട്ട് അവരുടെ പ്രസവം ലോകത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഒരു ആളായിട്ട് നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളാണ് ആര്? ശ്വേതാമേനോൻ. അമ്മയുടെ പ്രസിഡന്റ് നമ്മൾ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അടുത്തുണ്ടായിട്ടുള്ള ഒരു വിവാദം, നമ്മുടെ ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിച്ചില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അതായത് പാലക്കാട് MLA പിഷാരടി അവരുമായിട്ട് ഭയങ്കര കൂട്ടാണ്. ഈ കൂട്ടായ സന്ദർഭത്തിൽ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ചില സ്ലാങ്ങും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്നുള്ള സത്യമാണ്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ആദ്യം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ? ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വോണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. കേട്ടല്ല, ഇത് കേട്ട് കഴിഞ്ഞാൽ വേണം അങ്ങോട്ടും ടെസ്റ്റ് ചെയ്യുക, ഇങ്ങോട്ടും ടെസ്റ്റ് ചെയ്യുക. അവരെ തമ്മിലുള്ള സ്വാതന്ത്ര്യമാണ് അവർ കാണിക്കുന്നത്. അത്രയും അടുപ്പം പിഷു എന്ന് പറയണമെങ്കിൽ അത്രയും അടുപ്പമുള്ളത് കൊണ്ടാണ് പിഷുവിനോട് പിഷാരടിയെ പിഷു എന്ന് വിളിക്കുന്നത്. ആർത്തവകാലം, ഉത്സവകാലം എന്ന് പറഞ്ഞ് ഡാൻസ് നടത്തിയ കോളേജ്, പഴിക്കൂടെ ജാഥ നടത്തിയ കോളേജ് പ്രവർത്തകന്മാരും പിള്ളേരും വിദ്യാർത്ഥി നേതാക്കളും ഉള്ള നാടാണിത്. ആർത്തവകാലം അവിടെ കൊണ്ട് ഇത് പരാതിയായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പോ അത്രയും അമ്മയിലാണ് ഇത്രയും സംഭാഷണം വരുന്നത്, അമ്മയുടെ പ്രസിഡന്റ്. അവര് തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പിഷാരടി പാലക്കാട് കോൺഗ്രസ് MLA ആണ്. ആ കോൺഗ്രസ് MLA അവിടെ നിന്ന് തോൽപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. BJPക്ക് പ്രചരണ ആയുധം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ആയുധം ഉണ്ടാക്കാൻ വേണ്ടി ഈ സംഭവം അവർ BJPയുടെ ഒരു ചാനലിലൂടെ പുറത്തുവിടുകയാണ്. ആ ചാനലിൽ BJPയുടെ പ്രധാനപ്പെട്ട ചാനലാണ്. അവർ പിഷുവിനെ തകർക്കാൻ, പിഷാരടിയെ തകർക്കാൻ വേണ്ടി ടാർണിഷ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് വലിയ ഇഷ്യൂ ആയി. പിഷാരടി എന്ത് ചെയ്തു? അഡ്കോക്ക് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഇട്ടിച്ച് ജീവനം കൊണ്ടുപോടി. അതായത് ശ്വേതാമേനോൻ പറഞ്ഞ എന്താ, ഞാൻ ഇനി അതിൻ്റെ പ്രസിഡന്റ് രാജിവെക്കുകയാണ്, ഞാൻ മെമ്പർഷിപ്പ് രാജിവെക്കുകയാണ് എന്ന് അവർ പരസ്യമായി ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. അവരാരെ തിരിച്ചു കൊണ്ടുവന്നു? അവര് തന്നെ വന്നു ഇങ്ങോട്ട്, ഞാൻ രാജിവെച്ചില്ല. ആര് കൊണ്ടുവന്നു? അപ്പൊ അവര് പറഞ്ഞെന്താ, മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞു എന്നാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് പിഷാരടിയെ സംഭാഷണം, അവർ തമ്മിലുള്ള പേഴ്സണൽ സംഭാഷണം
റെക്കോർഡ് ചെയ്ത് അത് മറ്റൊരു ചാനലിൽ കൊടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ഇതുവരെ ഇക്കാര്യത്തെ പറ്റി മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ഈ മമ്മൂട്ടി മോഹൻലാലുമായിട്ടും ഇത്തരം സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടാകണം. ആ സംഭാഷണങ്ങൾ അടങ്ങിയ സാധനം അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കാനല്ലേ സാധ്യത? അല്ല, രണ്ട് ചാൻസ് ഉണ്ടായില്ല. ഒന്ന്, പാലക്കാട് എന്ന് പറയുന്നത് BJPക്ക് ഒരു എന്നാ പറയുക സ്വർഗ്ഗതുല്യോ സ്വപ്നതുല്യവുമായ ഒരു സീറ്റായിരുന്നു. ഇപ്പം അങ്ങ് ജയിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അത് സുരേന്ദ്രൻ തൊട്ടങ്ങ് ജയിക്കാൻ തുടങ്ങിയവരാണ്. ഇപ്പോൾ ജയിക്കും എന്ന് നടന്നു. അതെല്ലാം മത്സരങ്ങളിൽ പുറകോട്ട് പോകുന്നില്ല, ജയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇങ്ങനെ കുറെ കൂടെ പോപ്പുലറായി ആരാണ്? പിഷാരടി പക്ഷേ മാങ്കൂട്ടത്തിനേക്കാൾ കുറച്ചുകൂടെ മുമ്പിൽ വന്നു പോപ്പുലാരിറ്റി. അപ്പോൾ പിഷാരടി അവിടെ ഇല്ലാതാക്കണമെങ്കിൽ ഇവരുടെ മാർഗം CPM-കാരുടെയും BJP-കാരുടെയും മാർഗം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ മുമ്പ് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കരുവായിട്ട് ഇവർ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരന്തരമായിട്ട് പിണറായി വിജയൻ നേരിട്ട് തന്നെ 2-3 വർഷം മുമ്പുണ്ടെന്ന് പറഞ്ഞ ഒരു വിവാഹിതയായ പെൺകുട്ടിയെ പരാജയപ്പെടുത്തി ഇതിനകത്ത് കള്ളത്തരം മനസ്സിലാക്കാൻ കൃത്യമായിട്ട് ശ്വേതാമേനോൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രസിഡന്റിന് അല്ല, അവരെ അമ്മയിലെ എല്ലാവരെയും നയിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യേണ്ട പ്രസിഡന്റിന് യഥാർത്ഥത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്വമല്ല. ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ ആദ്യം സംസാരിക്കേണ്ടിയിരുന്നത് നമ്മുടെ ഹേമാ കമ്മിറ്റിയുടെ പൂട്ടി വെച്ചിരിക്കുന്ന പെട്ടിക്കാത്ത രഹസ്യങ്ങൾ മുഴുവൻ പുറത്തിടാൻ അവർ ധാർമ്മിക ബോധമുണ്ടെങ്കിൽ തയ്യാറാകുമായിരുന്നു. കറക്റ്റ്. അതായത് മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള നടന്മാരും ഡയറക്ടർമാരും നിർമ്മാതാക്കളും ബലാത്സംഗം ചെയ്തിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ പേരിൽ പോക്സോ കേസ് അടക്കമുള്ള ഈ കേസുകളിൽ അവർ ഇന്നേ വരെ മിണ്ടിയിട്ടില്ല. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലേഡിയായ ശ്വേതാ മേനോനെ കാമസൂത്രയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, അതേപോലെ രതിനിർവേദത്തിൽ അഭിനയിച്ചിട്ടുള്ള, ഏത് വേഷം കെട്ടാൻ തയ്യാറുള്ള ശ്വേതാ മേനോനെ ഇവരെല്ലാവരും കൂടെ പ്രസിഡന്റാക്കിയത്. അപ്പോൾ അതുകൊണ്ട് എന്തായി? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഒരു അക്ഷരം വേണ്ടിയില്ല. അതിൽ പാവപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതിയില്ല. അവസാനം പിണറായി വിജയൻ ശ്വേതാ മേനോൻ അടക്കമുള്ള ഒരു ഗൂഢാലോചന പ്രകാര കേസൊക്കെ പിൻവലിച്ചു എന്നുള്ളതാണ് പിന്നീട് പുറത്തു വരുന്നത്. ഏത് മോഹൻലാലിനെതിരെ അടക്കം പോക്സോ കേസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കേസുകളിൽ ഈ കേസുകളൊന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും പോലീസിനെ കൊണ്ട് റിപ്പോർട്ട് പഠിപ്പിക്കുകയും ഇതെല്ലാം പിൻവലിപ്പിച്ചു എന്നാണ്. എന്നിട്ട് കമാതൊരക്ഷരം ശ്വേതാ മേനോന്റെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ബലാത്സംഗ കേസുകളിൽ അടക്കം ശ്വേതാ മേനോന്റെ നിലപാട് പുരുഷന്മാരോടൊപ്പമാണ്. ബലാത്സംഗം നടത്തിയിട്ടുള്ള പീഡകരോടൊപ്പമായിരുന്നു ശ്വേതാ മേനോൻ. പീഡകരോടൊപ്പം മാത്രമല്ല, ഇതിൻ്റെ പേരിലൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു അന്വേഷണം നടത്തുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നല്ല ഇതിങ്ങനെ സംഭവം നടന്നില്ലെന്നെങ്കിലും തെളിയിക്കണേ. പോട്ടെ, തെറ്റായ ആരോപണങ്ങളാണ്. പക്ഷേ തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യതയില്ലേ? ഇത് രണ്ടും കൊണ്ടുവരുന്നില്ല. ഇവിടെ ആൾക്കാരെ സംശയത്തിൻ്റെ മുൾമുനയിൽ എത്തിച്ചിട്ട് സാവധാനങ്ങൾ മാറും. ആ സംശയത്തിൻ്റെ നെല്ലുകളിൽ മറ്റൊരു രസകരമായൊരു കാര്യമുണ്ട്. ഞാൻ അവർക്കെതിരെ പോൺ സൈറ്റുകളിൽ അവരെ പേര് കാണും, അത്തരം സൈറ്റുകളിൽ അവരുടെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇതിനെതിരെ ഞാനൊരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് ഇവർ കേസ് കൊടുപ്പിച്ചു. എന്നിട്ട് അവർ തമ്മിൽ ഒത്തുതീർപ്പായി, ഇരവാദം, എന്നിട്ട് അവർക്ക് സഹാനുഭൂതി ഉണ്ടാക്കി അവർ അട്ടിമറിച്ചു. ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും പ്രവർത്തനം നടത്തുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നു. കൃത്യമായിട്ട് അവർക്ക് കുടുങ്ങുന്ന കൃത്യമായ തെളിവുകളുള്ള സാധനങ്ങളായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത്. മുമ്പ് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് നിൽക്കുന്ന KMA ബിൽഡിങ്ങിന് താഴെ ഒരു ക്ലാസിക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ക്ലാസിക് ബാബു. അവിടെ ഇവർ സിനിമാ നടിക്കാവുന്നതിന് മുമ്പ് അവിടെ വരുമായിരുന്നു. എന്നിട്ട് നെയ്ക്കഡായിട്ടുള്ള ഒരു ഇത്തിരി ഡ്രസ്സ് മാത്രം ധരിച്ചുള്ള എത്രയോ ഫോട്ടോസ് എന്നെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ കൊടുക്കുമോ സിനിമാറ്റോടെ, ഞങ്ങളെ പ്രസിദ്ധീകരണം സിനിമാറ്റോടെ. എൻ്റെ സെൻറ്റർ പേജ് ഗ്ലാമർ ഫോട്ടോ കൊടുക്കണമല്ലോ, ഞാനീ ഒക്കെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇവരെ ഫോട്ടോ ഞങ്ങൾ 4-5 പ്രാവശ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഞാൻ എത്ര പ്രാവശ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് സിനിമയിൽ എങ്ങനെയും കയറാൻ വേണ്ടി ഏത് വേഷം കെട്ടാൻ വെച്ചിട്ടില്ല. അപ്പം ഏത് വേഷവും കെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറുള്ള ഒരാളായിരുന്നു അവരെന്ന് എൻ്റെ അടുത്ത് ക്ലാസിക് ബാബു പറഞ്ഞിട്ടുണ്ട്. അവരെന്തിനും തയ്യാറായിട്ടാണ് നിന്നിരുന്നത് സിനിമക്കാരൻ, അതിനർത്ഥം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ശ്വേതാ മേനോൻ ഇപ്പോൾ പ്രസിഡന്റ് ആയതിൻ്റെ പിന്നിൽ ഈ പറയുന്ന പീഡകന്മാരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവരെത്തിയിട്ടുള്ളത്. പക്ഷെ അവരുടെ എത്തിയോട് കൂടിയിട്ട് അവർ കളി മാറി, പിന്നെ കച്ചവടമായി മാറി എന്നുള്ളതാണ്. അദാനി ഗ്രൂപ്പിൽ നിന്ന് 15 കോടി രൂപ വാങ്ങിക്കൊടുക്കാം. ഇവിടെയുള്ള ക്ഷേത്രം, എനിക്ക് സാറിനോട് ചെറിയ സമയം, അദാനി ഗ്രൂപ്പ് എത്ര മണ്ടന്മാരാണ്.
അല്ല, ഈ സിനിമാ നടികളെ വെച്ചിട്ട് അവർക്ക് പല പബ്ലിസിറ്റി മറ്റേ സിനിമാ നടികളൊക്കെ എൻ്റെ കൈവശമാണ്, നടന്മാർ മോഹൻലാൽ മമ്മൂട്ടി എൻ്റെ കൈവശമാണ്, ഒരു 15 കോടി ഉറുപ്പിക അവർക്ക് പലതരത്തിൽ കൊടുക്കാൻ പറ്റും, അമ്മേൻ്റെ പല പരിപാടി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിയാവുന്ന ആൾക്കാരാണ്. അല്ലെ ഇവരെ ഉപയോഗിച്ച് മറ്റ് ബിസിനസ്സുകാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാം പലതരത്തിൽ. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് ഉപയോഗിച്ച സിനിമാ നടികളല്ലേ. ഒന്നേലും കാമസൂത്രയിൽ അഭിനയിച്ച് നോർത്ത് ഇന്ത്യയിലും അറിയുന്ന ഹോട്ടസ്റ്റ് സെക്സി വുമൺ എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള എന്നുള്ളത് നമുക്കറിയില്ല. കോടികൾ ബിസിനസ് ഉണ്ടാക്കാവുന്ന ഒരു മേഖലയാണ് സിനിമാ നടികൾ. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? അഭിനയിച്ചത് മാത്രമാണോ? അല്ലാതെ അവർക്ക് വരുമാനത്തെ കുറിച്ചിട്ട് എത്ര സിനിമാ നടികൾ വേണ്ടെന്ന് വെക്കുകയല്ല. അപ്പം അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാം പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട് മുട്ടി വിളിക്കാത്ത നടന്മാരോ ഡയറക്ടർമാരോ ഇല്ല എന്നാണ് പല നടികളും കൊടുത്ത മൊഴികൾ പറയുന്നത്. ഇത്ര ഒരു കാര്യം ചെയ്യണം. എനിക്കിപ്പോൾ ഒത്തിരി സിനിമാ രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ, സ്പോർട്സിൽ എല്ലാം ഇങ്ങനത്തെ ഏറ്റവും തരം താണ ആരോപണങ്ങൾ കൊണ്ട് പരസ്പരം പോരടിക്കുക. ഇത് ഒരു കലങ്കിത്തികളിൽ അവസാനിക്കുമോ? അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ 1992 തോന്നുന്നു ഈ അമ്മ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും കലയുമായിട്ടും അങ്ങനെ എല്ലാ മേഖലയും കണക്ട് ചെയ്യുന്നൊരു സംഘടനയാണ് അമ്മ. എന്തൊക്കെ പറഞ്ഞാലും അവർ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നടന്മാരും നടിമാരാണ്. അതാണ് അമ്മയിലുള്ള ആൾക്കാർ. എല്ലാവർക്കും ബഹുമാനമാണ്. ഇപ്പം എന്തായി? ഈ ശ്വേതാമേനോൻ കയറിയ ശേഷം തമ്മിലടിച്ച് ഒരാളെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാനില്ലാതെ ഒരു പക്ഷം ചേർന്നുകൊണ്ട് അവർക്കൊരു പ്രസിഡന്റ് ആവാൻ യോഗ്യതയില്ലാത്ത, കാമസൂത്രയിൽ അഭിനയിച്ചവർക്ക് എന്ത് യോഗ്യത എന്ന് വെച്ചാൽ അത് തന്നെയാണ് യോഗ്യത. അങ്ങനെയുള്ള അവർ പ്രസിഡന്റാക്കി അവസാനം എന്തായി? ഇപ്പം ആർക്കും തലയിൽ മുണ്ടിട്ട് അമ്മയിലേക്ക് പോകണേ തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഗതികേടാക്കി. അപ്പം ഇവർക്ക് ആരൊക്കെ പറ്റിയുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് പറയാൻ പറ്റുമോ? പലരും ശ്വേതാ മോളെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം ദ്വയാർത്ഥമായിട്ടാണ് അവരിപ്പം പുറത്തുവിടാൻ പറ്റുന്നത്. പലരെയും നശിപ്പിക്കാൻ അവർ വിചാരിച്ചാൽ കഴിയുന്നുള്ളതാണ് പിഷുവിന്റെ കാര്യത്തിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. അത് പീതാംബരക്കുറുപ്പിന്റെ കാര്യത്തിൽ അല്ല നമ്മളെ ചോദ്യം, പീതാംബരക്കുറുപ്പിന്റെ കാര്യത്തിൽ എന്തുണ്ട്? എത്ര കോടികൾ അവർക്ക് കിട്ടി? കേസ് സെറ്റ് ചെയ്താൽ പൈസ കിട്ടില്ല. അവർ പറയേണ്ട പൈസയാണ് എന്നെ സംബന്ധിച്ചോളം പ്രധാനം, കേസല്ല മറ്റുള്ള കാര്യങ്ങൾ. അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞുള്ള കാര്യം നമ്മളെടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞ കാര്യം മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടാണ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് എന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ഇങ്ങനെ പീഡകന്മാർക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞിരുന്നു. അത് അംഗീകരിച്ചു കോടതി. അതിൻ്റെ ദേഷ്യത്തിന് എനിക്കെതിരെ അവരെ ഉപയോഗിച്ചിട്ടാണ് ഒരു കള്ളക്കേസ് കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്തൊക്കെ. അത് കോടതിക്ക് പിന്നീട് ബോധ്യമായി ഇത് കള്ളക്കേസ് വരുന്നത് ബോധ്യമായി. അങ്ങനെയാണ് എനിക്ക് ജാമ്യമൊക്കെ അനുവദിക്കുന്നതിൻ്റെ അകത്ത്. അതിൽ ഞാൻ തിരിച്ച് കേസൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വേറെ പ്രശ്നം. അത് നമുക്ക് പണി വേറെ വരുന്നുണ്ട് എന്നുള്ളത് വേറെ പ്രശ്നം. അപ്പം നമ്മളിവിടെ നമ്മളെ മുന്നിലുള്ള എത്ര പേർക്ക് ശ്വേതാമേനോൻ സംസാരിച്ചിട്ടുള്ള പുരുഷ കേസരികളായ നമ്മളെ താരസിംഹാസനത്തിൽ ഇരിക്കുന്നവർ ഓരോരുത്തരും എത്ര പേർ അമ്മയിലേക്ക് തലയിൽ മുണ്ടിടാതെ പോകാൻ പറ്റും? ശ്വേതാമേനോനെ അറിയാവുന്ന മറ്റു കേസുകളും കാണും. അവരില്ലാത്ത, അവർ വാദിയും പ്രതി അല്ലാത്ത അറിയാവുന്ന അമ്മയുടെ പ്രസിഡന്റായതുകൊണ്ട് അവർക്ക് ഒത്തിരി പരാതി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവർ ഉപയോഗിക്കും നാളെ. ആ പേടി മോഹൻലാലിനും മമ്മൂട്ടിക്കും എല്ലാവർക്കും കാണാം. അല്ല, മമ്മൂട്ടിയും മോഹൻലാലും ഒരു പത്രക്കുറിപ്പിടാതെ അവരെ അധികാരം വെച്ച് അവർ പറഞ്ഞിരിക്കുകയാണ് എന്ന് ധൈര്യപൂർവ്വം പറയണമെങ്കിൽ അതിനൊരു അത്രയും താവണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മോഹൻലാലും മമ്മൂട്ടിയും പെട്ടിരിക്കുന്നു ശ്വേതാമേനോന്റെ വലയിൽ. ശ്വേതാമേനോൻ ഇതേപോലെ മമ്മൂട്ടി മോഹൻലാലും സംസാരിച്ചിട്ടുണ്ടാവും. പിഷു സംസാരിക്കുന്നവരെ അവർക്ക് സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്നതാണ്. തമാശയൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവർ സംസാരിക്കും. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലും ഒരു വരി മതിയല്ല അവർ നശിപ്പിക്കാൻ കാത്തിരിക്കുകയാണ് കേരളം. അതായത് ആ വലിയ ബോംബ് ഒരു പൊട്ടിക്കോ ഇല്ലേ അതോടുകൂടിയിട്ട് മോഹൻലാലും മമ്മൂട്ടി ക്ലോസ് ആവുന്നതാണ് അവർ കരുതിയിരിക്കുന്നത്. അപ്പം അതാണ് ഇന്നത്തെ അമ്മയുടെ സ്ഥിതി. പ്രസിഡന്റ് ആവാൻ രാജിവെച്ചാലും പ്രാഥമികത്തിൽ രാജിവെച്ചു എന്ന് പറഞ്ഞാലും ഒരു ഉളുപ്പില്ലാതെ രണ്ടാമത് കയറി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അമ്മ എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ശ്വേതാമേനോൻ. ഓക്കെ, നന്ദി, നമസ്കാരം.